ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമാണ്. 27-ാം അധ്യായത്തിൽ യാക്കോബ് സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം ആദ്യം അവനെ നിന്ന് തട്ടിയെടുത്തു. അതിനുശേഷം അനുഗ്രഹവും, അപ്പൻ്റെ അനുഗ്രഹം, അമ്മയുടെ ഉപദേശപ്രകാരം അപ്പനെ കബളിപ്പിച്ച്, കണ്ണു കാണാൻ മേലാത്ത അപ്പനെ കബളിപ്പിച്ച് വാങ്ങിയതായി നമ്മൾ കണ്ടു. ഭൂമിക്ക് മുകളിലുള്ള സകല അനുഗ്രഹവും ഇസഹാക്ക് യാക്കോബിന് നൽകി. ഏശാവ് വന്ന് കരയുന്നത് നമ്മൾ കണ്ടു. ഏശാവിന് ഭൂമിക്ക് മുകളിലുള്ള അനുഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ നിന്നെ ദൈവം ഒരു വലിയ ജനതയാക്കുമെന്നുള്ള ഒരനുഗ്രഹം മാത്രം ദൈവം കൊടുത്ത് നീ വാളാൽ ഉപജീവിക്കും. അതുകൊണ്ട് ഭൂമിക്ക് മുകളിലുള്ളതൊക്കെ യാക്കോബ് ചോദിച്ചു വാങ്ങിയെങ്കിൽ ദൈവം ഏശാവിൻ്റെ മക്കൾക്കും ഇസ്മായിലിൻ്റെ മക്കൾക്കും ഭൂമിക്കടിയിൽ നിന്ന് കൊടുത്തു. അതാണല്ലോ ഗൾഫ് രാജ്യങ്ങളിലെ സമ്പത്തെന്ന് പറഞ്ഞത്. ഭൂമിക്ക് മുകളിലല്ല, ഭൂമിക്കടിയിലാണ്. അത് ഓയിലായിട്ട് ദൈവം അവർക്ക് നൽകി. ദൈവം എല്ലാവരെയും കരുതും, ആരെയും കൈവിടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബ് തൻ്റെ ഭവനം വിട്ട് ഓടിപ്പോകുന്ന ആ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഏശാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അമ്മ റിബേക്ക അവനെ തൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. മനുഷ്യൻ്റെ ധൃതിയും എടുത്തുചാട്ടവും അവനെ കൂടുതൽ കുഴപ്പത്തിലാക്കാറുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ നിന്നു കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില സംഗതികളെ നാം അവഗണിച്ചതല്ലേ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അമ്മയിൽ നിന്ന് കൂടുതൽ സ്നേഹം ലഭിച്ചതാണ് അദ്ദേഹത്തിന് പിന്നെ കുഴപ്പമായി മാറിയത്. ഇവിടെ ഇസഹാക്കിൻ്റെ ഔപചാരികമായ അനുഗ്രഹം യാക്കോബിന് ആവശ്യമില്ലായിരുന്നു. കാരണം അവനെ അനുഗ്രഹിച്ചത് ദൈവമാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വാഗ്ദത്തം കൊടുത്തതാണ്. എന്നാൽ അത് മറ്റു രീതിയിൽ, ഉപായ രീതിയിലൂടെ അത് സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായത്. റിബേക്ക യാക്കോബിനെ ലാബാന്റെ ഭവനത്തിൽ പറഞ്ഞു വിടുന്നത് കനാനിയിൽ നിന്ന്, ജാതികളിൽ നിന്ന് പെണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ഈ അമ്മ അപ്പനെ വീണ്ടും കബളിപ്പിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി കള്ളം പറയേണ്ട സാഹചര്യം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അഭക്തരുമായുള്ള വിവാഹബന്ധം ദൈവവും ഇസ്ഹാക്കിനെ ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 6:14 പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടാൻ പാടില്ല. അത് ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഏശാവ് മറ്റ് ജാതികളിൽ നിന്നൊക്കെ വിവാഹബന്ധം എടുത്തതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇസ്മായിലിൻ്റെ മക്കളിൽ നിന്നൊക്കെ വിവാഹം കഴിക്കുന്നതായി ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ദൈവം അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം ഇസഹാക്കിന് യഹോവയായ ദൈവം ഇവിടെ നൽകുകയാണ്. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്നിലൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ദൈവം യാക്കോബിനോട് ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇത് നിറയുക, അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ ചില കാര്യങ്ങൾ മനസ്സാഗ്രഹിക്കും നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ അനുഗ്രഹമായിട്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്.
എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് അങ്ങ് മാറും. ഉദാഹരണമായി പറഞ്ഞാൽ, നല്ല രീതിയിൽ പരിമള തൈലം പൂശിയ ഒരാൾ അകലെ നിന്നാലും കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ആ സുഗന്ധം ദൂരെ നിൽക്കുന്ന ആൾക്ക് ലഭിക്കാൻ കാരണമായി തീരും. അപ്പോൾ നമ്മൾ ഒരു അനുഗ്രഹമാണെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലം, ഇടപെടുന്ന മേഖലകൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവിടെ എല്ലാം നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ഇത് യാക്കോബ് ഇവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ്. ഓടിപ്പോയിട്ട് ലൂസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ അദ്ദേഹം എത്തുന്നു. ആ ഒറ്റ ദിവസം അദ്ദേഹം ഓടിയത് ഏകദേശം 42 കിലോമീറ്ററാണ്. പ്രാണനെ ഭയന്നുള്ള ഓട്ടമാണ്. ഏശാവ് ഏത് സമയത്തും തന്നെ കൊന്നുകളയും എന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ചെന്നെത്തുന്നതായ ലൂസ് എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് അദ്ദേഹം രാത്രിയുടെ അന്ധകാരത്തിൽ ഏകനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏശാവിൽ നിന്ന് അകലുന്ന യാക്കോബ് ഭവനത്തിൽ നിന്നും അകലുകയാണ്. റിബേക്കായ്ക്ക് തൻ്റെ പുന്നാരമോൻ ജീവിതത്തിൽ ആദ്യമായി ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണേണ്ടി വന്നു. ഇപ്പോൾ വാസ്തവത്തിൽ യാക്കോബ് മാനസികമായി വളരെയധികം തകർന്നിട്ടുണ്ട്. ശാരീരികമായി അദ്ദേഹം ക്ഷീണിച്ചവനാണ്. നമ്മൾ വായിക്കുന്നത്, കല്ല് തലയണയായി വെച്ചുറങ്ങുന്ന സാഹചര്യം, സുഖകരമല്ലാത്ത ഉറക്കം. ഇന്നേ ദിവസം വരെ അങ്ങനെ ഉറങ്ങേണ്ട സാഹചര്യം അദ്ദേഹത്തിന് വന്നിട്ടില്ല. രാത്രിയുടെ ഏകാന്തത, ഭയപ്പെടുത്തുന്ന ചുറ്റുപാടുകൾ. ഇനി തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തനിക്ക് മടങ്ങിപ്പോകാനാവില്ല. മുന്നോട്ട് ചെന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള നിശ്ചയമില്ല. എല്ലാം കൊണ്ടും വളരെയേറെ ദുഃഖകരവും നിരാശകരമായ ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം ആയിരിക്കുന്നു. ഇവിടെ വെച്ചാണ് വാസ്തവത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. കല്ല് തലയണയായി വെച്ചുകൊടുക്കുന്ന അദ്ദേഹം ഇത് കിടന്നുറങ്ങുന്ന ജീവിതത്തിൻ്റെ വളരെ പരിവരുത്ത ഈ സാഹചര്യത്തിൽ ദൈവം യാക്കോബിനോട് ഇടപെടുന്നത് നമ്മൾ കാണുന്നു. യാക്കോബ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നം ഇതാണ്: സ്വർഗത്തോളം എത്തുന്ന കോവണി, അതിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അദ്ദേഹം കാണുന്നു. മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെങ്കിൽ ആ സമയത്ത് മാലാഖമാർ ഭൂമിയിലാണല്ലോ. സ്വർഗത്തിലായിരുന്നെങ്കിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായിരുന്നു കാണേണ്ടിയിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതിൻ്റെ അർത്ഥം, യാക്കോബിന് തോന്നുന്നു താൻ ഏകനാണ്, തനിക്ക് ചുറ്റും ആരുമില്ല. ദൈവം കാണിച്ചു കൊടുക്കുന്നത്, മാലാഖമാർ നിനക്ക് ചുറ്റുമുണ്ട്, നീ ഏകനല്ല. നിന്റെ ഭാഗത്ത് കുറവുകളും ബലഹീനതകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം. മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവന് ചുറ്റും ദൈവം കാവൽ മാലാഖയെ അയച്ചിരിക്കുന്നു. നമ്മളും ചില ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിന് അകന്നു പോകുമ്പോഴും നമുക്കും ഈ ഏകാന്തത, ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടാവാറുണ്ട്. ആ സമയത്തും ദൈവം തൻ്റെ മാലാഖയെ നമുക്ക് ചുറ്റും അയച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. ഈ ഒരു സ്വപ്നം പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പീലിപ്പോസ് നഥാനിയേലിനുമായി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതായ ഒരു സംഭവം. അവിടെ നഥാനിയേലിനോട് യേശു പറഞ്ഞത്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. കർത്താവോട് പറഞ്ഞ ആ സത്യം ആദ്യം വെളിപ്പെടുത്തി കിട്ടിയത് യാക്കോബിനാണ്. ഈ കോവണി യേശുവിനെയാണ് സൂചിപ്പിക്കുക. യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്താൻ സാധ്യമല്ല.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല. അപ്പോൾ ഇവിടെ ആ കോവണി ദൈവം കാണിച്ചു കൊടുത്തു. അപ്പോൾ യാക്കോബിന് മനസ്സിലായി ഇവിടെ ദൈവമുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവമാണിത്. ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും ഉയർന്നതായ അവസ്ഥ ആണ് ഈ ദർശനം. അപ്പോൾ യാക്കോബ് പറയുന്നു, ഇവിടെ ദൈവമുണ്ട്. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിടുകയാണ്, ദൈവഭവനം എന്നർത്ഥം. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ആധ്യാത്മികമായൊരവസ്ഥയിലേക്ക് യാക്കോബ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവം, തകർന്നുപോയ ഒരു ജീവിതത്തെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മുടെ പിന്നാലെ നമ്മെ കരുതുന്ന ദൈവിക സ്നേഹം വരുന്നുവെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇനി ചില കാര്യങ്ങളൊക്കെ ദൈവം യാക്കോബിനെ പഠിപ്പിക്കും അവൻ്റെ ആ ജീവിതത്തിലൂടെ. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാവിനെ യഹോവയായ ദൈവം ഒരു കുശവൻ്റെ ഭവനത്തിലേക്ക് അവിടെ പറഞ്ഞു വിടുന്നുണ്ട്. കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്നു. ചില പാത്രങ്ങൾ കേടാകുമ്പോൾ അദ്ദേഹം അതിനെ ഉടച്ച് വീണ്ടും മനോഹര പാത്രമാക്കി അവിടെ വാർത്തെടുക്കുന്നുണ്ട്. ആയതുപോലെ നമ്മൾ വഴിതെറ്റി പോകുമ്പോഴും നമ്മളെ ദൈവം ഉടച്ചു വാർക്കുന്ന അനുഭവം അതിന് നമ്മൾ നിന്നു കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ യിരെമ്യാ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കുശവൻ എത്ര ശ്രമിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത പാത്രത്തെ അദ്ദേഹം പിന്നെ ഉടച്ചു കളയുകയാണ്. അപ്പോൾ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം കേടായ നമ്മളെയൊക്കെ മനോഹര പാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ ദർശനം കണ്ട യാക്കോബ് പറയുന്നു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഞാനിവിടെ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഒരു പാപി ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം അതാണ് ബഥേൽ, അതാണ് ആരാധന ആലയം എന്ന് പറയുന്നത്. യാക്കോബ് അവിടെ ഒരു നേർച്ച നേരുകയാണ്. ഞാൻ എന്തെങ്കിലും ഇവിടെ മടങ്ങി വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അന്ന് ഞാനിവിടെ ഒരു ബലിപീഠം ഞാനൊരു ദേവാലയം പണിയും. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നൊക്കെ അദ്ദേഹം ദശാംശം കൊടുക്കുമെന്നും ഇവിടെ ശപഥം ചെയ്യുന്നുണ്ട്. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചത്, നീ ഒരു വലിയ അനുഗ്രഹമായി തീരും, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യാക്കോബിന് ഇപ്പം അതൊന്നും കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ എത്തുന്ന വഴി നീ എന്നോട് കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഈ സ്ഥലത്തന്നെ എന്നെ തിരിച്ചു വരുത്തണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് മാത്രമേ യാക്കോബിന് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, യാക്കോബ് അവിടെ എത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ലൂസ് എന്ന് പറയുന്നത് മാത്രം സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സൂര്യനും അസ്തമിക്കുകയാണ്. എന്നാൽ ഈ ദർശനത്തോടുകൂടി ആധ്യാത്മിക ജീവിതത്തിൻ്റെ വെളിച്ചം അവന് നൽകിയെങ്കിലും പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഈ 10-20 വർഷം ഈ ആധ്യാത്മിക വെളിച്ചത്തിൽ അദ്ദേഹം ജീവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ദൈവം അവനെ ഒരു നല്ല അനുഭവത്തിലൂടെയൊക്കെ കടത്തിവിട്ട് മെരുക്കിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം ജീവിച്ചിരുന്ന അനുഭവങ്ങളൊക്കെയും ദൈവിക സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി കണ്ടതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ഒരു അനുഗ്രഹമാകണം, നമ്മിലൂടെ നമ്മൾ വസിക്കുന്ന സമൂഹവും അനുഗ്രഹിക്കപ്പെടണം. അതാണ് സഭ കൊണ്ടുള്ള, വിശ്വാസിയെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. യാക്കോബ് ഈ ഉപായത്തിലൂടെ ഇതൊക്കെ നേടേണ്ടി വന്നതുകൊണ്ടാണ് ഈ കഷ്ടതകളിലൂടെയൊക്കെ അദ്ദേഹം കടന്നു പോകേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത് സമയമാകുമ്പോൾ ദൈവം നൽകിയേനെ. നമ്മുടെ ജീവിതത്തിലും ഒരു യാക്കോബ് ജീവിക്കുന്നുണ്ട്. കൗശലത്തിൻ്റെ ചില മനോഭാവങ്ങൾ, അതുകൊണ്ട് കാര്യമില്ല.
നമുക്ക് ദൈവസ്ഥനിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, അവിടുത്തെ ഹിതപ്രകാരമോ അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാത്രം ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവാത്മാവ് നമ്മിൽ വസിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.